എൻ്റെ ഫോട്ടോ വെച്ച ഫ്ലെക്സുകൾ നിങ്ങൾ അവിടെ അടിച്ചു കയറ്റി വെച്ചിരിക്കുന്നത് ഞാൻ കാണാനിടയായി. ആരും നിങ്ങൾക്ക് വെറുതെ തരുന്ന പൈസയല്ല. നിങ്ങൾ ഈ വെയിലത്ത് നിങ്ങൾ പണിയെടുത്ത് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസ നാട്ടിലൊരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് ഇത്തരം കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾ നീക്കി വെക്കുമ്പോൾ, ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് നീക്കി വെക്കുമ്പോൾ, നിങ്ങളെ നേരിൽ കണ്ടുവന്ന് വോട്ട് ചോദിക്കേണ്ടത് ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലക്ക് എൻ്റെ ഉത്തമമായ കർത്തവ്യമാണ് എന്ന് ഞാൻ വിശ്വസിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പൊ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നു. ഞാൻ എന്നെ പ്രതിനിധാനം ചെയ്ത ജനങ്ങളുടെ കൂടെ, പാലക്കാട്ടെ ജനങ്ങൾ, ഞാൻ ഇപ്പോഴും പറയും, ഞാൻ നാളെയും പറയും, എൻ്റെ ഹൃദയത്തിൽ നിന്ന് അറുത്തു മുറിച്ചു മാറ്റാൻ പറ്റാത്തൊരു ഘടകമാണ് പാലക്കാട് എന്നുള്ളത് ഞാൻ എപ്പോഴും പറയും. ആ പാലക്കാട്ടെ ജനങ്ങൾ നൽകിയ നിസ്സീമമായ സ്നേഹത്തിൻ്റെയും പിന്തുണയുടെയും കരുത്തൽ, അവരെന്നെ യാത്ര അയക്കുമ്പോൾ എൻ്റെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചിട്ട് പറഞ്ഞത് പോയി തോറ്റിട്ട് വാന്നുള്ളതല്ല, എന്നോട് പറഞ്ഞത് വടകരയിൽ പോയി ജയിച്ചു വരണം എന്നാണ് പാലക്കാട്ടുകാർ എന്നോട് പറഞ്ഞത്. നീ ധൈര്യമായിട്ട് കേറി വാടാ എന്ന് എന്നോട് പറഞ്ഞ, നമുക്കിവിടെ ഈ മണ്ഡലം മറ്റൊരാൾക്കും വിട്ടുകൊടുക്കാൻ കഴിയില്ല എന്ന് എന്നോട് പറഞ്ഞ, ജനാധിപത്യ വിരുദ്ധതയോട് സന്ധികളില്ലാതെ പൊരുതുന്ന ആർജവത്തോടെ കേരളത്തിന്റെ നിയമസഭക്കകത്ത് മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കി നിങ്ങൾ സഞ്ചരിക്കുന്ന അടിയന്തരാവസ്ഥയാണെന്ന് പറഞ്ഞ KK രമയും RMPയും നൽകിയ പിന്തുണ, വേണുവേട്ടൻ നൽകുന്ന പിന്തുണ, ഇതിൽ കൂടുതൽ എന്താ ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടേ? നമസ്കാരം. ഷാഫി പറമ്പിൽ വടകരയിൽ പോയി ഉണ്ടാക്കിയ വലിയ കോലാഹലം നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ അതിനേക്കാളും വലിയ ഒരു സംഭവമാണ് അദ്ദേഹം ഷാർജയിൽ പോയി ഉണ്ടാക്കിയിരിക്കുന്നത്. വടകരയിൽ അദ്ദേഹം വന്നിറങ്ങിയപ്പോൾ ഒരു കൊടുങ്കാറ്റ് വീശിയ മാതിരിയാണ് അവിടെ UDF പ്രവർത്തകർ ഉണ്ടാക്കിയ ഓളം. അവിടെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ശക്തി കേന്ദ്രമാണെങ്കിലും വടകരയിൽ ശൈല ടീച്ചറാണ് മത്സരിക്കുന്നതെങ്കിലും അതൊന്നും അവിടെയുള്ള ജനങ്ങൾക്ക് ബാധകമായിരുന്നില്ല. ഷാഫി പറമ്പിൽ ഇറങ്ങിയപ്പോൾ കിലോമീറ്ററുകൾ ദൂരത്തിൽ 10,000-കണക്കിന് ആളുകളാണ് അദ്ദേഹത്തെ വരവേറ്റ് കൊണ്ടുപോയത്. ഇപ്പോഴിതാ ഷാർജയിൽ അദ്ദേഹം നടത്തിയ പ്രസംഗം. ഷാർജയിൽ എത്തിയപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ വേളയിൽ അദ്ദേഹം അത്രയും ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഷാർജയിൽ എത്തിയത്. ആ ഷാർജയിൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ട് അവിടെയുള്ള ആളുകൾ കയ്യടിയോട് കയ്യടിയായിരുന്നു. അത്രയും ആവേശമായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിന്. അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞു, ചിറ്റപ്പൻ വിചാരിക്കുന്നുണ്ടാവും ഇപ്പോൾ ഇവിടെ ലോറിയിൽ ആളെ കൊണ്ട് ഇറക്കിയതാണെന്നൊരു പരിഹാസവും അദ്ദേഹം പറഞ്ഞു. എന്തായാലും അദ്ദേഹം ഷാർജയിൽ നടത്തിയ അത്യുജ്വലമായ ആ പ്രസംഗം ഒന്ന് കേൾക്കാം. നാദാപുരത്തും പേരാമ്പ്രയിലും കുറ്റ്യാടിയിലും തലശ്ശേരിയിലും അതേപോലെയുള്ള വടകര നിയോജക മണ്ഡലത്തിലെ 7 അസംബ്ലി നിയോജക മണ്ഡലത്തിലെ ആളുകൾ ഏറ്റവും കൂടുതൽ ഷാർജയിലുണ്ട്, വിദേശത്തുണ്ട്. അങ്ങനെയുള്ള ആളുകളെല്ലാം തന്നെ ഷാഫി പറമ്പിൽ എത്തുന്നു എന്ന് അറിഞ്ഞതോടെ ഒത്തുകൂടുകയും അവിടെ ആ ഷാഫി പറമ്പിലിൻ്റെ പ്രസംഗം കേൾക്കാൻ ആവേശത്തോടെ കാത്തിരുന്നു എന്ന് വേണം കരുതാൻ. തിരക്കിനിടയിലും, അതായത് തെരഞ്ഞെടുപ്പിൻ്റെ തീച്ചൂളയിലും ഷാർജയിൽ എത്തിയിട്ടാണ് അദ്ദേഹം ഈ പ്രസംഗം നടത്തിയിട്ടുള്ളത്. നമുക്കൊന്ന് പൂർണ്ണമായി കേൾക്കാം. അടുത്തതായി എന്നെ പ്രസംഗിക്കാൻ വിളിക്കുന്നു കേട്ടോ. ഈ എന്തോ ഇനിയിപ്പോ ഇത് കണ്ടിട്ട് ലോറിയിൽ ആളെ കൊണ്ടുവന്നാണെന്ന് ചിറ്റപ്പം പറയുമെന്ന് മാത്രമേ ഞാൻ അറിയേണ്ടതുള്ളൂ. ഞാൻ വലിയൊരു പ്രസംഗം നടത്താനൊന്നും ഉദ്ദേശിക്കുന്നില്ല. ഞാൻ ഒരു കാര്യം നെഞ്ചിൽ കൈവച്ച് പറയുന്നു, ഞാൻ അർഹിക്കുന്നതിനേക്കാൾ എത്രയോ കൂടുതലാണ് നിങ്ങളിപ്പോ എനിക്ക് തന്നുകൊണ്ടിരിക്കുന്ന സ്നേഹം എന്ന് പറയാതിരിക്കാൻ കഴിയും. അത് എൻ്റെ ഉത്തരവാദിത്ത ബോധം വർദ്ധിപ്പിക്കുകയാണ്. ഞാനൊരു തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി മാറുന്നത് വളരെ അപ്രതീക്ഷിതമായിട്ടാണ്. ഞാൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനെ സംബന്ധിച്ച് ആലോചിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. സത്യം തുറന്നു പറഞ്ഞാൽ ഞാനത് ആഗ്രഹിച്ചിട്ടും ഉണ്ടായിരുന്നില്ല. പക്ഷേ നമ്മളെല്ലാം ജനങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന നമ്മുടെ പാർട്ടി, നമ്മുടെ മുന്നണിയും ഒരു തീരുമാനം പറയുമ്പോൾ
അതിൽ എൻ്റെ വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങളെക്കാൾ വലുത് ഈ നാടിൻ്റെ താല്പര്യത്തെ കരുതി നമ്മുടെ മുന്നണിയും പാർട്ടിയും എടുക്കുന്ന തീരുമാനമാണ് എന്ന് ഉത്തമ ബോധ്യമുള്ളൊരു പൊതുപ്രവർത്തനം എന്നുള്ള നിലക്ക് ഞാൻ ആ തീരുമാനത്തെ ഹൃദയം കൊണ്ട് അംഗീകരിച്ചും സ്വീകരിച്ചു. ഞാൻ വടകരയിലേക്ക് പോകുന്നതിൻ്റെ മുമ്പ് പോകുന്ന കാറിലിരുന്നിട്ടാണെന്നാണ് എൻ്റെ ഓർമ്മ. ഞാനൊരു ചെറിയ വീഡിയോ, 1 മിനിറ്റോ 1.5 മിനിറ്റോ മാത്രമുള്ള ഒരു ചെറിയ വീഡിയോ ഞാൻ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും പോസ്റ്റ് ചെയ്തു. അതിന് കാരണമായി മാറിയത് വേറൊന്നും ആയിരുന്നില്ല. ഈ സ്ഥാനാർത്ഥി ആവാൻ പോകുന്നു എന്നുള്ള വാർത്തകൾ ചാനലിൽ എഴുതി കാണിക്കാൻ തുടങ്ങിയ ആ സെക്കൻഡ് തൊട്ട് ഇപ്പൊ ഇവിടെ പ്രസംഗിക്കാൻ വിളിച്ചപ്പോഴും നിങ്ങൾ കാണിക്കുന്ന സ്നേഹം വരെയുള്ള ആ ഒരു ടൈം പീരീഡിൽ സത്യം തുറന്നു പറഞ്ഞാൽ ഇടവേളകളില്ലാതെ ഹൃദയം നിറഞ്ഞ സ്നേഹവും പിന്തുണയും വടകരയിലെ ജനങ്ങൾ നൽകി എന്നുള്ളത് ആത്മാർത്ഥമായി തന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ നൽകിയവരിൽ ഏറ്റവും കൂടുതൽ എന്നെ വിളിച്ചത്, എനിക്ക് ഇതുപോലെ ഫോൺ കോൾ വന്നൊരു കാലം ഉണ്ടായിട്ടില്ല, എനിക്ക് ഇതുപോലെ മെസ്സേജ് വന്നൊരു കാലം ഉണ്ടായിട്ടില്ല. അതിൽ ഒരുപാട് മെസ്സേജുകൾ, ഒരുപാട് കോളുകൾ അത് പ്രവാസ ലോകത്തുനിന്നായിരുന്നു. ഇവിടെ ഇരുന്ന് കഷ്ടപ്പെട്ട് കുടുംബം നോക്കുന്ന ആളുകളുടെ മെസ്സേജ് ഞങ്ങളുടെ വടകരയിലേക്ക് വരണം എന്ന് പ്രവാസികൾ വളരെ സ്നേഹത്തോടെ ധൈര്യം തന്ന് വിളിച്ചതും എനിക്ക് അവിടെ കാലുകുത്താൻ ഒരു കരുത്തായി മാറി എന്നുള്ള കാര്യത്തിന് ഒരു സംശയവും വേണ്ട. അപ്പൊ ഞങ്ങൾ അവിടെ വന്ന് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ഇങ്ങനെ ആലോചനയൊക്കെ നടത്തിയ സമയത്ത്, കുറച്ചിങ്ങനെ ഒരു ചർച്ച നടന്ന സമയത്ത്, ഇടയ്ക്ക് ഞാനും പാറക്കലും പ്രവീണേട്ടനും കൂടെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവിടെ നിന്നൊരു ചർച്ച വന്നു, നമുക്ക് പ്രവാസികളോട് വോട്ട് ചോദിക്കണം. ഞാൻ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ, പാലക്കാട് നിന്ന് വടകരയിലേക്ക് വരുമ്പോൾ ഞാൻ വടകരയിലേക്ക് ഇറങ്ങി നിങ്ങളുടെ ഉറ്റവരെയും ഉടയവരെയും ഞാൻ വടകരയിൽ കാണാൻ ശ്രമിക്കാം, ഇവിടെ ഇരുന്നിട്ട് നിങ്ങളുടെ പിന്തുണ ഉണ്ടാവണം എന്ന് പറഞ്ഞിട്ടൊരു ചെറിയ വീഡിയോ, ആ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തതിന് കുറേ ആളുകൾ അതിനകത്ത് വലിയ പ്രോത്സാഹനജനകമായ പിന്തുണ അതിനകത്ത് തന്നു. അപ്പം അതും കൂടെ ചർച്ച ചെയ്തിട്ട് ഇങ്ങോട്ട് വരണോ വേണ്ടയോ എന്നുള്ളത് ഇങ്ങനെ ആലോചിച്ച സമയത്ത് എല്ലാ പാർട്ടിയുടെ നേതാക്കന്മാരും, വേണുവേട്ടനുണ്ടായിരുന്നു, രമേശി ഉണ്ടായിരുന്നു, പാറക്കലുണ്ടായിരുന്നു, പ്രവീണേട്ടനുണ്ടായിരുന്നു, നമ്മുടെ മറ്റെല്ലാ നേതാക്കന്മാരും എല്ലാവരും പറഞ്ഞത്, എത്ര തിരക്കിട്ട തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളാണെങ്കിലും ഏതെങ്കിലും 1-2 സ്ഥലത്തെങ്കിലും പോയി പ്രവാസികളോട് നേരിട്ട് വോട്ട് അഭ്യർത്ഥിക്കണം എന്നുള്ള തീരുമാനത്തിന്റെ കൂടെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. എന്നിട്ടും തുറന്നു പറയാലോ, എനിക്ക് ചെറിയ ആശങ്കകൾ ഉണ്ടായിരുന്നു. കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് ഇങ്ങനെ പ്രവാസ ലോകത്തേക്ക് വരുന്നത്. തെരഞ്ഞെടുപ്പിന്റെ ഏറെ മുമ്പ് വന്നിട്ടുണ്ട്, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ ഒരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന്റെ ഇടയിൽ ഇങ്ങനെ ഒരു വിദേശ രാജ്യത്തേക്ക് വരുന്നത് എനിക്കിങ്ങനെ ഒരു ചെറിയ ആശങ്ക ഉണ്ടായിരുന്നു. ഞാനത് ഇവരോടൊക്കെ തുറന്ന് പറയുകയും ചെയ്തു. ഞാൻ KT ഉൾപ്പെടെ തുറന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നമുക്ക് ഓൺലൈൻ മീറ്റിംഗ് എന്തെങ്കിലും വെച്ചിട്ട് അങ്ങനെ അവരോട് സംസാരിച്ചാൽ മതിയോ? ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഞാനിങ്ങനെ വരുന്നത് അതിൽ. അപ്പം അവർ പറഞ്ഞത്, നിങ്ങൾക്ക് വടകരയെ സംബന്ധിച്ച് അറിയാഞ്ഞിട്ടാണ്. വടകരയിലെ ഈ പറയുന്ന പ്രവാസികൾ എന്ന് പറയുന്നത്, അവരെയും വടകരയും വേർതിരിച്ച് എടുക്കാൻ കഴിയാത്ത തരത്തിൽ വടകരയുടെ സാമൂഹ്യ ജീവിതത്തിന്റെ ഭാഗമാണ് പ്രവാസികൾ. അവര് നാദാപുരത്ത് നിന്നും, പേരാമ്പ്രയിൽ നിന്നും, കുറ്റ്യാടിയിൽ നിന്നും, വടകരയിൽ നിന്നും, കൊയിലാണ്ടിയിൽ നിന്നും, തലശ്ശേരിയിൽ നിന്നും, കൂത്തുപറമ്പിൽ നോക്കിയായി എത്രയോ കാലങ്ങളായി ഇവിടെ വിമാനം കയറി വന്ന് കഠിനാധ്വാനം ചെയ്ത് കുടുംബം പോറ്റി നാട് നോക്കി, നാടിനും കുടുംബത്തിനും പ്രസ്ഥാനത്തിനും മുന്നണികൾക്കൊക്കെ സഹായം ചെയ്ത് അവരവരുടെ സാമൂഹ്യ ജീവിതത്തിൻ്റെ ഇണങ്ങിച്ചേർന്നിരിക്കുന്ന ഒരു ഘടകമാണ്. ഞാൻ ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ സൈഡിലൂടെ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്കിത് പുതിയ അനുഭവമാണല്ലോ. ആ പ്രവർത്തനങ്ങൾ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എത്ര സൈഡിലാണ് റോഡിൻ്റെ വശങ്ങളിൽ, ചില പറമ്പുകളിൽ, ചില തെങ്ങിലൊക്കെ ഇൻഗാസും KMCCയും ഇവിടുത്തെ ആളുകളൊക്കെ ഓരോ രാജ്യങ്ങളിൽ നിന്ന് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് വേണ്ടി എൻ്റെ ഫോട്ടോ വെച്ച ഫ്ലെക്സുകൾ നിങ്ങൾ അവിടെ അടിച്ചു കയറ്റി വെച്ചിരിക്കുന്നത് ഞാൻ കാണാനിടയായി. ആരും നിങ്ങൾക്ക് വെറുതെ തരുന്ന പൈസയല്ല. നിങ്ങൾ ഈ വെയിലത്ത് നിങ്ങൾ പണിയെടുത്ത് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസ നാട്ടിലൊരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് ഇത്തരം കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾ നീക്കി വെക്കുമ്പോൾ, ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് നീക്കി വെക്കുമ്പോൾ, നിങ്ങളെ നേരിൽ കണ്ടുവന്ന് വോട്ട് ചോദിക്കേണ്ടത് ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലക്ക്
എൻ്റെ ഉത്തമമായ കർത്തവ്യമാണ് എന്ന് ഞാൻ വിശ്വസിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പൊ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നു. ഞാൻ വന്നിറങ്ങി ഈ പറഞ്ഞതുപോലെ നിങ്ങൾ തരുന്ന സ്നേഹം ഞാൻ അറിയിക്കുന്നതിനേക്കാൾ കൂടുതലാണ് എന്ന് ഞാൻ വെറുതെ പറയുന്നതല്ല. ഞാൻ നിങ്ങൾക്ക് ഒന്നും അങ്ങോട്ട് ഇതുവരെ തന്നിട്ടില്ല. എനിക്കിതുവരെ ഒന്നും നിങ്ങൾക്ക് തരാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ എന്നെ പ്രതിനിധാനം ചെയ്ത ജനങ്ങളുടെ കൂടെ, പാലക്കാട്ടെ ജനങ്ങൾ, ഞാൻ ഇപ്പോഴും പറയും, ഞാൻ നാളെയും പറയും, എൻ്റെ ഹൃദയത്തിൽ നിന്ന് അറുത്തു മുറിച്ചു മാറ്റാൻ പറ്റാത്തൊരു ഘടകമാണ് പാലക്കാട് എന്നുള്ളത് ഞാൻ എപ്പോഴും പറയും. ആ പാലക്കാട്ടെ ജനങ്ങൾ നൽകിയ നിസ്സീമമായ സ്നേഹത്തിൻ്റെയും പിന്തുണയുടെയും കരുത്തൽ, അവരെന്നെ യാത്ര അയക്കുമ്പോൾ എൻ്റെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചിട്ട് പറഞ്ഞത് പോയി തോറ്റിട്ട് വാന്നുള്ളതല്ല, എന്നോട് പറഞ്ഞത് വടകരയിൽ പോയി ജയിച്ചു വരണം എന്നാണ് പാലക്കാട്ടുകാർ എന്നോട് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഈ പ്രദേശത്തുള്ള ആളുകൾക്കോ നമ്മളൊക്കെ വിശ്വസിക്കുന്ന ഒരു രാഷ്ട്രീയത്തിന്റെ ഭാഗമായി നിന്നതിനപ്പുറത്തേക്ക് എൻ്റെ കോൺട്രിബ്യൂഷൻസ് എന്താണ് എന്ന് ഞാൻ ആലോചിച്ചു. പിന്നെ ഞാനത് തിരിച്ചറിഞ്ഞു. പിന്നെ ഞാൻ തിരിച്ചറിഞ്ഞത് എൻ്റെ പൊതുപ്രവർത്തന കാലഘട്ടത്തിൽ വടകരയിലെ ജനങ്ങൾക്ക് വേണ്ടി നിലപാടെടുക്കാൻ, വടകരയിലെ ജനങ്ങൾക്ക് വേണ്ടത് ചോദിക്കാൻ, വടകരയിലെ ജനങ്ങൾക്ക് വേണ്ടത് പറയാൻ, വടകരയിലെ ജനങ്ങൾക്ക് വേണ്ടത് ചെയ്യാൻ എക്കാലത്തേക്കുമുള്ള സ്നേഹം നിങ്ങൾ തന്നു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് ഇന്ന് ഇവിടെ നിൽക്കുമ്പോഴും എനിക്ക് ഓർമ്മപ്പെടുക. ഞാൻ വടകരയിൽ ചെന്ന് ഇറങ്ങുമ്പോൾ എന്നോട് പ്രവീണേട്ടൻ പറഞ്ഞു, ഇങ്ങോട്ട് ഇവിടെ ഒരു 1000-1500 ആളുണ്ടാവും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ ചെന്ന് ഇറങ്ങും. 1500 എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നിയാവുന്നല്ല, അതിനേക്കാൾ കൂടുതൽ എന്തായാലും ഉണ്ടാവുന്നുള്ളൂ. പക്ഷെ അതിലൊരു 0 കൂടെ കൂടിയിരുന്നു എന്നുള്ളത് എനിക്ക് അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത്. അതിനുശേഷം എല്ലാ സ്ഥലങ്ങളിലും ഞാൻ സത്യം തുറന്നു പറഞ്ഞ CPM-ന്റെ എലക്ഷൻ സ്ട്രാറ്റജി അവർ തീരുമാനിച്ചതിൽ നിന്ന് മാറ്റി നമ്മുടെ പുറകെ അവർ വരുന്നൊരു സീന് ഞാൻ കണ്ടത് വടകരയിലെ ജനങ്ങളുടെ സ്നേഹത്തിന്റെ പേരിലാണ്. അത് പറയാതിരിക്കാൻ കഴിയില്ല. അവരുടെ നേരത്തെ ഫിക്സ് ചെയ്ത സ്കെഡ്യൂളുകൾ അവർ മാറ്റി നമ്മുടേതിനോട് ചേർന്ന തരത്തിലൊക്കെ ചില പരിപാടികൾ നടത്താനുള്ള ശ്രമങ്ങൾ, അത് അവരുടെ പൊളിറ്റിക്സ് എന്താണെന്ന് അവർക്ക് ഇഷ്ടം. അതിന് നമുക്ക് ആരും അതിനകത്ത് കുറ്റം പറയാനല്ല, അത് രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. ആ പാർട്ടിയുടെ പരിപാടിയിൽ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അവരെയും കുറ്റം പറയില്ല. അത് വാടകയ്ക്ക് എടുത്തവരോ കൂലിക്ക് കൊണ്ടുവന്നവരോ ഒന്നും അല്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. കാരണം അവർക്ക് ഇഷ്ടപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പ്രകടനത്തിൽ പങ്കെടുക്കാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ടല്ലോ. ആ സ്വാതന്ത്ര്യം നമ്മൾ അനുവദിച്ചു കൊടുത്തുകൊണ്ട് തന്നെയാണ് അത് പറയുന്നത്. ഞാൻ ഒരു കാര്യം തീർത്ത് പറയാം, എനിക്ക് നിങ്ങൾ നൽകുന്ന ഒരു അവസരത്തിന്റെ പേരിൽ വടകര ഖേദിക്കേണ്ടി വരില്ല എന്നുള്ള ഉറപ്പും വാക്കും ഞാൻ നെഞ്ചിൽ കൈവച്ച് പറയും. നാട്ടിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളും അതുമായി ബന്ധപ്പെട്ട ഗൗരവമായ സിറ്റുവേഷനൊക്കെ ഇവിടെ നേതാക്കന്മാർ സൂചിപ്പിച്ചു കഴിഞ്ഞു. പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഞാൻ മത്സരിക്കുന്ന ഈ തെരഞ്ഞെടുപ്പ് നാളെ പ്രവാസി വിഷയങ്ങളിൽ അന്തിമ തീർപ്പ് കൽപ്പിക്കാൻ കഴിയാവുന്ന ഒരു കപ്പാസിറ്റിയിലേക്കുള്ള ഒരു ഫൈനൽ ഡിസിഷൻ മേക്കറിലേക്കൊന്നും അല്ല എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ വോട്ട് കിട്ടാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ പറഞ്ഞ്, മറ്റവരുടെ ഭാഷയിൽ പറഞ്ഞാൽ തള്ളിയിട്ട് പോകാൻ വേണ്ടി വന്നതല്ല. ഞാൻ വിചാരിച്ചാൽ പ്രവാസ ലോകത്തെ എല്ലാ പ്രശ്നങ്ങളും നാളെ വൈകുന്നേരത്തോടു കൂടി പരിഹരിക്കാൻ കഴിയുന്ന ഒന്നാണെന്നോ, ഞാനൊന്ന് തെരഞ്ഞെടുക്കപ്പെട്ട പിന്നെ നാട്ടിലെ പ്രവാസിക്ക് ഒരു പ്രശ്നവും ഉണ്ടാവില്ല എന്നുള്ളതും ഒന്നും പറയാനല്ല ഞാൻ വന്നത്. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാനാണ് വന്നത്. ഞാൻ തെരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ, എനിക്കൊരു അവസരം തരികയാണെങ്കിൽ, പ്രവാസിയുടെ ഒരു കാര്യം പറയേണ്ടടുത്ത് പറയാൻ ഒരാളില്ല എന്ന്, ഞങ്ങളുടെ കാര്യം പറയാൻ ഒരാളില്ല എന്ന്, ഞങ്ങളുടെ കാര്യം ചോദിക്കാൻ ഒരാളില്ല എന്ന്, ഞങ്ങളുടെ കാര്യം അവിടെ ചോദിച്ച് കേട്ടില്ലല്ലോ എന്ന് ഒരു വടകരക്കാരനും പറയില്ല എന്നുള്ള ഉറപ്പ് ഈ സംഗമത്തിന് നൽകാൻ തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് നൽകിയ വാക്കുകൾ, ഭരണകൂടങ്ങൾ നൽകിയ വാഗ്ദാനങ്ങൾ, അതിങ്ങനെ ഇടക്കിടക്കെടുത്ത് പൊടി തട്ടി പിന്നെയും അവിടെ തന്നെ വെക്കുക എന്നല്ലാതെ അതിൽ നടപടികളാവുന്നില്ല എന്നുള്ളത് സത്യമാണ്. ഏറ്റവും മിനിമം ഭാഷയിൽ പറഞ്ഞാൽ പ്രവാസി നാടിന് നൽകുന്നതിന്റെ 10-1 നാട്ടിലെ ഭരണകൂടം തിരിച്ച് പ്രവാസിക്ക് നൽകുന്നില്ല എന്നുള്ളത് നഗ്നമായിട്ടുള്ള ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. ഒരു വർഷം മുഴുവൻ പണിയെടുത്തിട്ട് കിട്ടുന്ന 21 ദിവസത്തെ ലീവിന് മക്കളെ കൂട്ടി നാട്ടിലേക്ക് വന്നാൽ ആ വർഷത്തെ അധ്വാനത്തിന് പിന്നെ അധികം ബാക്കിയൊന്നും ഇല്ലാത്ത തരത്തിൽ സീസണലായി അവനെ കൊള്ളയടിക്കുന്ന ഘടകം തൊട്ട് ഈ പറയുന്ന പെൻഷനും ഏർപ്പാടുകളും അവസാനം എത്രയോ പതിറ്റാണ്ടുകൾ ഇവിടെ നിന്നിട്ട് മൃതദേഹമായി നാട്ടിലേക്ക് തിരിച്ചു പോകേണ്ടി വരുമ്പോൾ അതിന് കെട്ടിവെക്കാനുള്ള പണം പോലും തെരഞ്ഞ് സൗകര്യം അന്വേഷിച്ച് നടക്കുന്ന ഒരവസ്ഥയിൽ നിന്ന് ഒരു നാടിനെ ഇങ്ങനെ കെട്ടിപ്പടുത്തവർ നേരിടേണ്ടി വരുന്ന വിവേചനത്തിനെതിരെ ലഭ്യമായ എല്ലാ അവസരങ്ങളിലും, ലഭ്യമല്ലാത്ത അവസരങ്ങളിലാണെങ്കിൽ പോലും
നമുക്ക് അങ്ങനെ ഒരു അവസരം കിട്ടുകയാണെങ്കിൽ അതിനവിടെ റൺ ചെയ്യാനും നമ്മൾ ഉദ്ദേശിക്കുന്ന സംവിധാനത്തിൽ അതിന്റെ പ്രവാസികളുടെ കാര്യം അറ്റൻഡ് ചെയ്യാൻ മാത്രം പ്രത്യേക സംവിധാനങ്ങൾ ഉണ്ടായിരിക്കും എന്നുള്ള ഉറപ്പ് കൂടി ഞാൻ നൽകാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് നേരിട്ട് ബന്ധപ്പെടാൻ, നിങ്ങളുടെ നാട്ടിലുള്ളവർക്ക് അവരുടെ കാര്യങ്ങൾക്കും നിങ്ങളുടെ കാര്യങ്ങൾക്കുമായിട്ട് ബന്ധപ്പെടാൻ, അല്ലെ പ്രവീണേട്ടാ, നമ്മൾ ആലോചിച്ച ഒരു കാര്യം, അങ്ങനെ ബന്ധപ്പെടാൻ ഒരു സംവിധാനം നമ്മൾ വടകര പാർലമെന്റ് മണ്ഡലത്തിന്റെ കീഴിൽ ഒരുക്കും. ആ കാര്യവും നിങ്ങളുടെ നേരിട്ട് തന്നെ നിങ്ങളോട് വന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇനി വേറെ ദീർഘമായിട്ടുള്ള രാഷ്ട്രീയമൊന്നുമില്ല. ഈ എന്തോ മുന്നേ എതിർ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചും പിന്നെ അതിലേക്കൊന്നും ഞാനിപ്പോ കടക്കുന്നില്ല. ഒറ്റ കാര്യം മാത്രം, ഒരു കാര്യം മാത്രം, എന്നോടിങ്ങനെ ആളുകൾ ഇങ്ങനെ ശക്തിയെ സംബന്ധിച്ചൊക്കെ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള സ്ഥാനാർത്ഥിയൊക്കെ ആളെ സംബന്ധിച്ചൊക്കെ ഞാൻ എല്ലാവരെയും ബഹുമാനത്തോടെയാണ് കാണുന്നത്. എല്ലാ സ്ഥാനാർത്ഥികളെയും ഞാൻ ആദരവോടെയാണ് കാണുന്നത്. എല്ലാവരുടെ സ്ഥാനാർത്ഥിത്വത്തിനും അതിൻ്റെതായ ബഹുമാനം ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇന്നിപ്പോ എന്നോട് ചോദിച്ചു എന്താണ് ഇങ്ങനെ കോൺഫിഡൻസ് എന്ന് ചോദിച്ചു. എന്റെ കോൺഫിഡൻസ് ഇതാ ഈ നിൽക്കുന്ന ആളുകൾ തന്നെയാണ്, നാട്ടിലുള്ള വടകരക്കാർ തന്നെയാണ് എന്നുള്ളത് ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുക. കാരണം ശക്തി ജനാധിപത്യത്തിലേത് സ്ഥാനാർത്ഥിയല്ല, ജനാധിപത്യത്തിലെ ശക്തി ജനങ്ങളാണ് എന്നുള്ള തിരിച്ചറിവ്, ആ തിരിച്ചറിവ് പകർന്നു തന്ന ഉമ്മൻചാണ്ടി സാറിനെ പോലെ ഒരു നേതാവിന്റെ കൈപിടിച്ചാണ് ഞങ്ങളൊക്കെ മുന്നോട്ട് വന്നിട്ടുള്ളത്. പിന്നെ നാട്ടിൽ ഞാൻ ആരുടെ കൂടെയാണ് ഉള്ളത് എന്നുള്ളതും കൂടെ ഓർക്കണം. നാട്ടിൽ ഞാൻ ഉള്ളത്, ഈ പറഞ്ഞപ്പോ പ്രവീണേട്ടൻ ഇവിടെ ഉണ്ട്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഊർജ്ജസ്വലരായ, അതായത് വടകരയിൽ മത്സരിക്കണം എന്ന് പറഞ്ഞപ്പോ വേണ്ട അവനിങ്ങോട്ടേക്ക് അയക്കണ്ട എന്നല്ല കോഴിക്കോട്ടെ കോൺഗ്രസ് പറഞ്ഞത്. എന്നോട് പറയാതെ അവരോട് പറഞ്ഞത് എത്രയും പെട്ടെന്ന് എന്നോട് വണ്ടി കയറാൻ പറയണം എന്നുള്ളതാണ് കോഴിക്കോട്ടെ കോൺഗ്രസിനോട് പറഞ്ഞത്. പ്രവീണേട്ടനോട് സൂചിപ്പിച്ചു. പിന്നെ ഞാൻ മുഖ്യമന്ത്രി ആവുന്നൊക്കെ പുള്ളി വെറുതെ നിങ്ങൾ ആവേശം കയറ്റാൻ വേണ്ടി പറഞ്ഞതാണ്. എനിക്ക് വടകരയുടെ MP ആവാനൊരു അവസരം തരണം എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന. അപ്പൊ ആ കോൺഗ്രസിന്റെ ഒരു കരുത്തുറ്റ പിന്തുണ വടകരയിലേക്ക് വന്നിറുമ്പോ അപശബ്ദങ്ങളോ അവസരങ്ങളോ ഇല്ലാതെ എന്നെ സ്വാഗതം ചെയ്തു. അതുപോലെ തന്നെ ആവേശം അങ്ങ് വാനോളം എത്തിച്ച് അവിടെ പിന്നെ എന്നെ പൊതിഞ്ഞു നിന്ന് ഈ പറയുന്ന പ്രവർത്തനത്തിന് കരുത്തും ഊർജവും ആരോഗ്യവും ആവേശവും തന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ഊർജസ്വലരായ സഹപ്രവർത്തകർ, ഇവിടെ ചെറുപ്പക്കാരുടെ വൈബൊക്കെ പ്രത്യേക ഒരു ആവേശം വൈബിലാണ് അവർ കാര്യങ്ങൾ നീക്കുന്നത്. ഇനി അത് ഒരുവിധം സ്ഥാനാർത്ഥികൾക്കൊക്കെ കേരളത്തിലെ ബാക്കി 19 മണ്ഡലങ്ങളിലും ഒരുവിധം സ്ഥാനാർത്ഥികൾക്കൊക്കെ അത് കിട്ടുന്നുണ്ട്. എനിക്ക് അഡീഷണൽ ഒരു പിന്തുണ കൂടിയുണ്ട്. അതാരുടെ പിന്തുണയാണെന്ന് നിങ്ങൾക്കറിയാം. ഒരാളെ ഞാൻ ഫോണിൽ വിളിച്ചു, ചേച്ചി ഇങ്ങനെയൊക്കെ പറയുന്നു, അവിടെ മത്സരിക്കേണ്ടി വരും എന്നൊക്കെ പറയുന്നു. ഞാൻ തീരെ ആഗ്രഹിച്ചിട്ടില്ല, ഞാൻ തീരെ പ്രതീക്ഷിച്ചിട്ടില്ല. നീ ധൈര്യമായിട്ട് കേറി വാടാ എന്ന് എന്നോട് പറഞ്ഞ, നമുക്കിവിടെ ഈ മണ്ഡലം മറ്റൊരാൾക്കും വിട്ടുകൊടുക്കാൻ കഴിയില്ല എന്ന് എന്നോട് പറഞ്ഞ, ജനാധിപത്യ വിരുദ്ധതയോട് സന്ധികളില്ലാതെ പൊരുതുന്ന ആർജവത്തോടെ കേരളത്തിന്റെ നിയമസഭക്കകത്ത് മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കി നിങ്ങൾ സഞ്ചരിക്കുന്ന അടിയന്തരാവസ്ഥയാണെന്ന് പറഞ്ഞ KK രമയും RMPയും നൽകിയ പിന്തുണ, വേണുവേട്ടൻ നൽകുന്ന പിന്തുണ, ഇതിൽ കൂടുതൽ എന്താ ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടേ? അത് തന്നെയാണ് എൻ്റെ ധൈര്യം. ജനങ്ങളുടെ സ്നേഹവും ഈ മുന്നണിയും പാർട്ടിയും പ്രസ്ഥാനങ്ങൾ നൽകുന്ന കരുത്തും അത് തന്നെയാണ് എൻ്റെ ധൈര്യം. ഇനി ഞാൻ അവസാനിപ്പിക്കുകയാണ്. എന്തിനാ നിങ്ങളോട് നാട്ടിലേക്ക് വരാൻ പറയുന്നത്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അത് വോട്ട് ചോദിച്ചുകൊണ്ട് തന്നെയാണ് വരാൻ പറയുന്നത്. നിങ്ങളുടെ വോട്ട് കിട്ടാൻ വേണ്ടി തന്നെയാണ്. നിങ്ങൾ നാട്ടിലേക്ക് ഞാൻ വരാൻ പറയുന്നത് കുറേ ദിവസമായില്ലേ വീട്ടുകാരെ കണ്ടിട്ട്, ഒന്ന് വന്ന് കണ്ടിട്ട് കൂടെ എന്ന് പറയാൻ വേണ്ടിയല്ല. ഞാൻ നിങ്ങളോട് ഇനി കള്ളം പറയുന്നില്ലല്ലോ, കള്ളം പറയാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾ നാട്ടിലേക്ക് വരാൻ വേണ്ടി പറയുന്നത് അപ്പുറത്തെ വീട്ടിലെ കല്യാണത്തിന് പോകാൻ പറ്റിയിട്ടില്ലല്ലോ, എളാപ്പാടമാരുടെ കല്യാണത്തിനല്ലേ ചെറിയച്ഛൻ്റെ വീട്ടിൽ ഹൗസ് വാമിങ്ങിന് പോകാൻ പറ്റിയിട്ടില്ലല്ലോ, ഈ ഗ്യാപ്പിൽ അതും കൂടെ ഒന്ന് ചെയ്തുകൂടെ എന്ന് പറയാൻ വേണ്ടിയല്ല. ഞാൻ നിങ്ങളോട് നാട്ടിലേക്ക് വരാൻ പറയുന്നത് വിധി നിർണായകമായ ഈ തെരഞ്ഞെടുപ്പിൽ, ഈ രാജ്യത്തിൻ്റെ നിലനിൽപ്പിനോളം പ്രാധാന്യമുള്ളൊരു തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ ശബ്ദം അത് കേൾക്കപ്പെടാതെ പോവരുത് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്, നിങ്ങളുടെ വോട്ടിന് വേണ്ടി തന്നെയാണ് ഞാൻ നിങ്ങളോട് നാട്ടിലേക്ക് വരാൻ പറയുന്നത്.
ഒരു പൊതുപ്രവർത്തനം എന്ന നിലക്ക് എൻ്റെ ഒരു പോളിസി കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് നിങ്ങളോടുള്ള കമ്മിറ്റ്മെന്റിന്റെ ഏറ്റവും വലിയ അറ്റം എന്ന് പറയുന്നത്, എനിക്ക് നിങ്ങളോടുള്ള പ്രതിബദ്ധതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത്, നിങ്ങൾ എനിക്ക് തരുന്ന വേറൊരു സൗകര്യവുമായിരിക്കില്ല, ഒരു സാധാരണക്കാരന്റെ വോട്ടിനോളം വലിയ പ്രതിബദ്ധതയും കമ്മിറ്റ്മെന്റും ആ നാടുമായും ആ നാട്ടുകാരുമായും അതിനേക്കാൾ വലിയൊരു കമ്മിറ്റ്മെന്റും എനിക്കുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളെ ആ നാട്ടിലേക്ക്, നമ്മുടെ നാട്ടിലേക്ക്, നമ്മുടെ രാജ്യത്തെ ഈ തെരഞ്ഞെടുപ്പിലേക്ക് ക്ഷണിക്കുമ്പോൾ അതിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യമാണ് ഇവിടെ പറഞ്ഞത്. നിങ്ങൾ ഒറ്റ കാര്യം മാത്രം ആലോചിക്കുക. ഞങ്ങൾ 400 സീറ്റ് ജയിക്കും എന്ന് പ്രവചിച്ച് നടന്ന ചില ആളുകൾ, ഞങ്ങൾ 400 സീറ്റിലധികം ജയിക്കാൻ പോവുകയാണ് എന്ന് പ്രഖ്യാപിച്ച ചില ആളുകൾ, ആ 400 സീറ്റ് ജയിക്കുമെന്ന് പറഞ്ഞിട്ടും ഈ തെരഞ്ഞെടുപ്പിന്റെ മണിക്കൂറുകൾക്ക് മുമ്പ് രാജ്യത്തെ ജനങ്ങളെ ജാതിയുടെയും മതത്തിന്റെയും പേരിൽ കമ്പാർട്ട്മെന്റുകളാക്കാൻ നടത്തുന്ന ഒരു ശ്രമം, ഒരു വിഭാഗീയ വിജ്ഞാപനം നിങ്ങൾ കണ്ടു. ഞാൻ ഒരൊറ്റ കാര്യം ചോദിക്കുന്നു. 40 രൂപക്ക് പെട്രോൾ തരാന്ന് പറഞ്ഞു, കിട്ടിയോ? 40 രൂപക്ക് നാട്ടിൽ ഡീസൽ കൊടുക്കാന്ന് പറഞ്ഞു, കിട്ടിയോ? 400 രൂപക്ക് ഗ്യാസ് കൊടുക്കാമെന്ന് പറഞ്ഞു, കിട്ടിയോ? ഇവിടെ പ്രവാസികൾക്ക് ഒരുപാട് പദ്ധതികൾ പ്രഖ്യാപിക്കപ്പെട്ട്, കിട്ടിയോ? 2 കോടി തൊഴിലവസരങ്ങൾ, അതൊന്നും നൽകാനില്ലാത്തപ്പോ പിന്നെ എന്തിനാണ് ഈ ഹാളിൽ തൊട്ടപ്പുറത്തിരിക്കുന്നവന്റെ ജാതി ആരെങ്കിലും നോക്കിയോ? മുമ്പിലിരിക്കുന്നവന്റെ മതം ആരെങ്കിലും നോക്കിയോ? ഇങ്ങനെ തിങ്ങി നിറഞ്ഞു നിൽക്കുമ്പോൾ ഞാൻ ഒരാളെയും കൂടെ അഡ്രസ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ഈ ഹാളിനകത്തേക്കും കയറാൻ പറ്റാതെ ഈ ഹാളിന്റെ പുറത്ത് നമ്മളോടുള്ള സ്നേഹവും ഇഷ്ടവും പ്രകടിപ്പിച്ച് നിൽക്കുന്ന നിരവധി സഹോദരങ്ങൾ, അവരെന്നെ ഈ സ്ക്രീനിലൂടെ കാണുന്നുണ്ടെങ്കിൽ, അവരെന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നു, നിങ്ങളുടെ പ്രതിബദ്ധതക്കും ഞാൻ കടപ്പെട്ടിരിക്കും. ഇതിനൊക്കെയുള്ള നന്ദി എന്റെ വാക്കിലല്ല, എന്റെ പ്രവൃത്തിയിൽ ഞാൻ കാണിക്കുമെന്ന് അവരോടും സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ ഈ തെരഞ്ഞെടുപ്പ് അടുത്ത് എത്തി നിൽക്കുമ്പോൾ ആ വിജ്ഞാപനം കൊണ്ട്, തെരഞ്ഞെടുപ്പ് അടുത്ത് എത്തി നിൽക്കുമ്പോൾ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ അക്കൗണ്ടിലുള്ള പണത്തെ മരവിപ്പിച്ചുകൊണ്ട്, തെരഞ്ഞെടുപ്പ് അടുത്ത് എത്തി നിൽക്കുമ്പോൾ കെജ്രിവാളിനെ പോലെ ഒരു മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യുമ്പോൾ, നിങ്ങള് കെജ്രിവാൾ ഉൾപ്പെടെയുള്ള മുഖ്യമന്ത്രിമാരും തിരിച്ചറിയേണ്ട ഒന്നുണ്ട്. കോൺഗ്രസിന്റെ ഭരണം അവസാനിപ്പിക്കാൻ ആരുമായും കൂട്ടുകൂടി രാംലീല മൈതാനത്ത് നിരവധി സമരങ്ങളുടെ പരമ്പരകൾ നടത്തിയിട്ട് ആ ഭരണത്തെ അഴിമതി ഭരണമെന്ന് ചിത്രീകരിച്ച് ഇല്ലാത്ത പൂജ്യത്തിന്റെ കഥകൾ ഒരു CAG റിപ്പോർട്ടിന്റെ പേരിൽ ആ ഗവൺമെന്റിനെ വലിച്ചു കീറി താഴെ ഇറക്കി ഇവരെ അധികാരത്തിൽ വരാൻ സഹായിച്ച ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് അറിഞ്ഞിട്ടും അവസാനം ഫാസിസം ഒരു മുഖ്യമന്ത്രി അനീതി കാണിച്ചപ്പോ ആ അനീതിക്ക് കശ്മീർ മുതൽ കന്യാകുമാരി വരെ ആഗവനും ആളുകൾ തെരുവിൽ സമരം നടത്താൻ അപ്പൊ ഉണ്ടായതും ഇന്ത്യൻ കോൺഗ്രസ് എന്നുള്ളത് ഈ നാട് ജനാധിപത്യബോധമുള്ള ആളുകൾ കേരളത്തിലാണ്. നമ്മുടെ UF, നമ്മുടെ സമരം നടത്താൻ എല്ലാം ആലോചിക്കുക. അപ്പൊ ജനാധിപത്യ പ്രകടനമാകുന്നത് അത് ചെറിയ കാര്യം. കേവലം വടകരയിലെ വോട്ടും നമ്മുടെ വിജയം എന്നുള്ളത് മാത്രമല്ല, രാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പ് ഇടപെടല. അതുകൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഇങ്ങോട്ട് വേണം, ഒരുപാട് പ്രയാസമാവില്ലെങ്കിൽ, ഇച്ചിരി പ്രയാസങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ നിങ്ങളൊന്നും വേണം. ഇത് നാട് വേണ്ടി കൂടി നടത്തുന്ന ടിക്കറ്റ് പോവും ആണോ കേരള. ഇനി താഴത്തെ കാണുന്ന കൈവന്തിക്കണേ, ഞാൻ മനസ്സുകൊണ്ട് നോക്കുന്നുണ്ട്. ഇനി ഒരു കാരണവശാലും എടുക്കാൻ പറ്റില്ലെങ്കിൽ ഓരോ സാഹചര്യമായിരിക്കുമല്ലോ, നമുക്ക് അതിന് കുറ്റം പറയാൻ കഴിയില്ല. ഒരു കാരണവശാലും എടുത്തില്ലെങ്കിൽ നാട്ടിലെ നമുക്ക് കിട്ടാൻ ഇപ്പൊ തുടങ്ങിക്കോ, അതിന്റെ പണിയൊന്നും ഇപ്പൊ തുടങ്ങിക്കോണം. ഇവരെല്ലാവരും ഭൂരിപക്ഷം നടന്നുകൊണ്ട് ഞാനാണല്ലോ സ്ഥാനാർത്ഥി. ഞാനൊരു കാര്യം പറയാം, തെരഞ്ഞെടുപ്പിനെ ഗൗരവത്തോടെ കാണും. നമ്മൾ ഈ പറയുന്ന സ്ട്രെങ്തും കരുത്തും ഒക്കെ ബൂത്തിലെ പ്രവർത്തനങ്ങൾക്ക് പ്രചോദനമായി മാറണം. നിങ്ങൾ നാട്ടിൽ വരുന്നത് കാത്തു നിൽക്കരുത്. ഇന്ന് രാത്രി ഉറങ്ങിക്കോ, നാളെ നേരം വെളുത്ത് മുതൽ നാളെ നേരം എഴുന്നേറ്റ് നിങ്ങൾ നാട്ടിലേക്ക് വിളിക്കണം. നിങ്ങളുടെ ഫോണിലെ ലിസ്റ്റിലെ കോൺടാക്റ്റിലെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലെ മക്കളുടെ സ്കൂൾ, കോളേജ്, എന്തെല്ലാം ബന്ധങ്ങളിൽ നിങ്ങളുടെ വാക്കിന് വിലയുണ്ടോ അവിടെയൊക്കെ ഒരു വാക്ക് എനിക്ക് വേണ്ടി അഭ്യർത്ഥിക്കണം എന്ന് ലോകത്തോട് ഞാൻ വിനീതമായിട്ട് പറയാൻ ആഗ്രഹിക്കുക. നിങ്ങൾ വേണം, നിങ്ങൾ പറയണം, നിങ്ങൾ വരുന്നതിന്റെ മുമ്പേ പറഞ്ഞു തുടങ്ങണം. നിങ്ങൾ അത് നടത്താൻ പറയണം. ഓരോ വോട്ടും പ്രധാനമാണ്. എനിക്ക് ഭൂരിപക്ഷത്തിന്റെ പ്രവചനങ്ങളിലേക്ക് കണക്കിലൊന്നും ഞാനില്ല, ഭൂരിപക്ഷത്തിന്റെ പ്രവചനത്തിന്റെ കണക്കിലൊന്നും ഞാനില്ല. പക്ഷെ നിങ്ങൾ ഇടപെട്ടാൽ, നിങ്ങൾ കാര്യം ശ്രമിച്ചാൽ അവിസ്മരണീയമായ വിജയം നമുക്ക് വളരെ ഉണ്ടായിരിക്കുന്ന കാര്യത്തിൽ ഞാൻ ഒരു കാര്യം പറയുന്നു, ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ജയിക്കും എന്ന കാര്യത്തിന് ഒരു സംശയം. ഇപ്പൊ എനിക്ക് നോട്ടും കൂടെ കിട്ടി. ആ നോട്ട് എന്ന് വെച്ചാൽ വെക്കേഷൻ അല്ലേ, കുറച്ച് അവന് വരാൻ നിൽക്കുന്ന സൂചന. वो सेगमेंट 0 Investments in security markets are subject to risk. We already don't get investing. Why is it that some people become crorepati in just 12 months and others can't? What is the reason? Are they coming from different planets?
ചില ഭക്തന്മാർ ഇത് നാട്ടിലെ ഭാര്യ കാണാൻ വേണ്ടി എന്നോട് പറയുകയാണ്. നിങ്ങൾ വെക്കേഷൻ കുട്ടികളെ എപ്പോഴും കാണാൻ കിട്ടുന്നതാണ് നിങ്ങൾക്ക്. കാരണം അത്ര അധ്വാനിച്ചിട്ട് ആകെ ഒരു കുറച്ച് ദിവസം ചില കുടുംബത്തിനോടൊപ്പം നിൽക്കാൻ പറ്റുക. അതൊന്ന് 26-ാം തീയതി വരെ മാറ്റി വേണമെന്ന് കൂടെ നിങ്ങളോടും നാട്ടിലുള്ളവരോടും അഭ്യർത്ഥിക്കുക. നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങളിപ്പോൾ അങ്ങോട്ട് വരാൻ തീരുമാനിക്ക്, എന്നിട്ട് പെരുന്നാളോട് കൂടി അങ്ങോട്ട് വരാം. എന്നിട്ട് 26-ാം ഉടുപ്പും കഴിഞ്ഞിട്ട് ഭാര്യയും കുട്ടി വരാം. എന്നിട്ട് പിന്നെ വോട്ട് എണ്ണുന്നതിന്റെ മുമ്പ് സ്കൂൾ തുറക്കുന്നതിന്റെ പോകാൻ മതി. അത് നമുക്ക് ഡീൽ പറ്റൂ. ഡീൽ ഞാൻ ഇങ്ങനെ ഡീൽ കൊണ്ടുവന്ന് ശ്രദ്ധിക്കണേ. ഇപ്പൊ അവരോട് വരണ്ട പറഞ്ഞു. കാരണം ഇന്നലെ ക്യാൻസൽ ചെയ്ത് പറയുന്നു. അതെല്ലാവരും പറയും. ഒന്നല്ലെങ്കിൽ ഓപ്പൺ ചെയ്യുക, അല്ലെങ്കിൽ അടുത്തൊരു അവസരത്തിലേക്ക് മാറ്റുക. അത്രയും പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ടാണ്. എന്നാലേ ഈ ചെയ്ത എല്ലാ കഠിനാധ്വാനത്തിനും റിസൾട്ട് ഉണ്ടാവുകയുള്ളൂ. ഞാൻ അവസാനിപ്പിക്കുന്നു. നിങ്ങൾ തന്ന നിങ്ങൾ തന്ന ഉജ്ജ്വലമായ രവിയേട്ട എല്ലാവരോടും നിങ്ങൾ തന്ന ഉജ്ജ്വലമായ ഈ സ്വീകരണം വടകരയിലേതുപോലെ ഞാൻ ഫേസ്ബുക്കിൽ ഒരു വരി കണ്ടു, ഷാർജയെ വടകരയാക്കി നിങ്ങൾ മാറ്റിയിരിക്കുന്നു എന്നുള്ളത് ഞാനൊരു വരി കണ്ടു. അതിനുള്ള നന്ദി ഞാൻ വാക്കുകൊണ്ട് പറയുന്നില്ല. അതിനുള്ള നന്ദി എന്റെ പ്രവൃത്തിയിൽ കാണിക്കും എന്ന് 1000 തവണ ഉറപ്പിച്ചു പറഞ്ഞുകൊണ്ട് ഹൃദയത്തോട് ചേർത്ത് പിടിച്ച അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. ഈ തെരഞ്ഞെടുപ്പ് നമ്മൾ ജയിച്ചിരിക്കും എന്നുള്ള ഉറപ്പ് ഒരിക്കൽ കൂടി പറയുന്നു. Thank you.